ഹലോ, എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചില്ലി പനീറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് വീട്ടിൽ ചില്ലി പനീർ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര കപ്പ് മൈദയും അര കപ്പ് കോൺഫ്ലവറും ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കോൺഫ്ലവർ ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുളക് പൊടി വേണം എന്നുള്ളവർക്ക് അതും കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ ചില്ലി സോസ് ആണ് ചേർത്ത് കൊടുത്തത്. അത് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊരു കട്ടിയുള്ള മാവാക്കിയിട്ട് മാറ്റണം. ഒരുപാട് വെള്ളം ആവരുത്, കാരണം പനീറിൽ അങ്ങനെ കോട്ടായിട്ട് ഇരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കട്ടിയിലാണ് ഞാൻ കലക്കിയിരിക്കുന്നത്. ഒരുപാട് വെള്ളമല്ല, എന്നാൽ ഒരുപാട് കട്ടിയല്ല കേട്ടോ. ആ ഒരു പാകത്തിന് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പനീർ ചേർത്തെടുക്കുന്നുണ്ട്. ഇത് സ്ക്വയറായിട്ട് അങ്ങനെ തന്നെ വാങ്ങിക്കാൻ കിട്ടുന്ന പനീറാണ് കേട്ടോ. അത് ചേർത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മൾ വെക്കണം എന്നൊന്നുമില്ല, അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് വല്ലാതെ ഒന്നും മസാല പിടിക്കില്ല. അപ്പോൾ ഇനി നമുക്ക് എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കണം എന്നുമില്ല. അപ്പോൾ ഇത് എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോ പനീറായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് എന്താ പറയുക, ഒരു പ്രാവശ്യം ഫ്രൈ ചെയ്തെടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് രണ്ടാമതും ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ ഒരു പ്രാവശ്യമാണ് ഫ്രൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാ ഒരു ഭാഗം ആവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി എന്താ പറയുക, നമുക്ക് ശരിക്കും റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ കളറ് വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത്, അതായത് നമ്മൾ മാവ് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കളറ് ആഡ് ചെയ്യുക കേട്ടോ. റെഡ് കളറ് വേണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അതേപോലെ തന്നെ എരിവിനായിട്ട് കുറച്ച് എന്താ പറയുക, മുളക് പൊടി വേണം എന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാൻ എന്താ പറയുക, കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതേമാതിരി ചില്ലി സോസും നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. നമ്മൾ 2 പ്രാവശ്യം ഫ്രൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ട് പിന്നെ വീണ്ടും നമ്മൾ ആ എണ്ണയിൽ ഒന്നുകൂടി ഇട്ടെടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി എന്താ പറയുക, നമ്മുടെ പനീറൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാന് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. നമ്മളിതിന് വെളിച്ചെണ്ണ ഉപയോഗിക്കില്ല കേട്ടോ. അപ്പോൾ ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും നല്ല പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് സവോളയും ക്യാപ്സിക്കും സ്ക്വയറായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഒരു പാകത്തിലാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. ഒരു 8-10 അല്ലി വെളുത്തുള്ളിയും അതേപോലെ 2 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എരിവ് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് നമുക്ക് വഴണ്ട് ഇങ്ങനെ ഒന്ന് ഇതാവേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കേണ്ടത്. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ എപ്പോഴും സൂക്ഷിച്ച് ചേർക്കണം, കാരണം നമ്മൾ ഇനി സോസൊക്കെ ചേർത്തുന്നതുകൊണ്ട് ഒരുപാട് ഉപ്പായി കഴിഞ്ഞാൽ അതിലും സോസിലും ഉപ്പുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പാകമായി കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഫ്ലെയിം നമ്മൾ കുറച്ച് വയ്ക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് ഒഴിക്കുകയാണ് ചെയ്യുക. നമുക്ക് എപ്പോഴും ഫ്ലെയിം കൂട്ടി തന്നെ വെക്കുക കേട്ടോ. ഒരുപാട് കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും സോസ് ഈ എണ്ണയിൽ ഒന്ന് മൂക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ നമുക്ക് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ നമ്മൾ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ശരിക്കും ഒരു പാത്രത്തിൽ നമ്മൾ ഈ സോസൊക്കെ മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ഇത് പാകാവുന്ന സമയത്ത്, ഉള്ളിയൊക്കെ പാകാവുന്ന സമയത്ത് നമുക്കിത് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമ്മൾ ഈ സോസുകളൊക്കെ പെട്ടെന്ന് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ആ എണ്ണയിൽ നല്ലോണം ഈ സോസൊക്കെ സോട്ടാകുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാക്കുന്ന കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ.
നമ്മൾ എന്താ പറയുക അതങ്ങനെ ആവണം. അല്ലാതെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റൊന്നും കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യണം. കാരണം അവർ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് കറക്റ്റായിട്ട് ആ സോസ് എന്താ പറയുക എണ്ണയിൽ നല്ലോണം വഴണ്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ടേസ്റ്റ് കേട്ടോ. ഞാനിനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്യേണ്ട. വിനീഗർ നമ്മുടെ ചൈനീസ് ഡിഷിൽ എന്താ പറയുക ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പനീർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇത് എന്താ പറയുക ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അതല്ല നമുക്ക് ഇത്തിരി വെള്ളത്തോട് കൂടിയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളത്തിൽ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് അതും അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വേണ്ട വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്താ പറയുക ശരിക്കും ഒരു ഗ്രേവി ആയിട്ടുള്ള പാകത്തിന് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതാണെങ്കിൽ ഇതാണ് പാകം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ വേണ്ട എന്താ പറയുക ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആ ഒരു പുളിപ്പും ഇതൊക്കെ കറക്റ്റ് ആവാനായിട്ട്. അതേപോലെ നമ്മൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കി വെക്കുക. നമുക്ക് സോസൊക്കെ കറക്റ്റാണോ നോക്കുക. കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിയില എന്താ പറയുക ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ സ്പ്രിംഗ് ഓണിയൻ്റെ തണ്ട് അതേപോലെ അതൊക്കെ നമുക്ക് ചേർത്താൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയില മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ചേർത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ ചില്ലി പനീർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ചൂടോടുകൂടി തന്നെ കഴിക്കുക. ആ സോസൊക്കെ കറക്റ്റായിട്ട് അതിൽ പൊതിഞ്ഞിരിക്കുന്നത് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.